തിരു രക്തത്തിൻ തുള്ളികൾ തെറിച്ച ക്രൂശിൽ അതിലോരോ തുള്ളികൾക്കും ഞാൻ എന്തു നൽകും മറുവിലയാ. ഞാനെന്നുള്ളോ യേശുപരാ, ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്നുള്ളോ യേശുപരാ. രക്തദാനം മഹാദാനം ഇതൊരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണല്ലോ. രക്തം ദാനം ചെയ്യുന്നവരെ ലോകം ആദരിക്കുന്നു. പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരത്തിൽ 5 ലിറ്റർ രക്തം ഉണ്ടായിരിക്കും എന്നാണ് ശാസ്ത്രം പറയുന്നത്. രോഗനിർണയത്തിൽ രക്തപരിശോധന ഒരു നിർണായക ഘടകമാണ്. ഹൃദയത്തിലാണ് രക്തത്തിൻ്റെ പമ്പിംഗ് നടക്കുന്നത്. രക്തധമനികളിലൂടെയും ഞരമ്പുകളിലൂടെയും രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നു. രക്തചംക്രമണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് കിഡ്നിയാണ്. അവിടെയാണ് രക്തം ശുദ്ധീകരിക്കുന്ന പ്രക്രിയ നടക്കുന്നത്. മനുഷ്യ ശരീരം ഒരു വലിയ അത്ഭുതം തന്നെയാണ്. ദൈവഭക്തനായ ദാവീദ് പറഞ്ഞിരിക്കുന്നത്, ദൈവമേ, അങ്ങ് എന്നെ ഭയങ്കരവും അതിശയകരവുമായി സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു എന്നാണ്. ശരീരത്തിൽ മാരകമായ മുറിവുണ്ടായി രക്തം വാർന്നുപോയാൽ മരണം സംഭവിക്കും. അടിയന്തരമായി അവർക്ക് രക്തം കൊടുക്കേണ്ടത് ആവശ്യമാണ്. ബ്ലഡ് ബാങ്കുകൾ വളരെ സ്തുത്യർഹമായ സേവനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ധാരാളം സന്നദ്ധ സംഘടനകൾ രക്തദാനം എന്ന ദൗത്യം ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്നു. രക്തത്തിൻ്റെ ഗ്രൂപ്പ് നിർണയം നടത്തി അതാത് രോഗികൾക്ക് തക്ക സമയത്ത് രക്തം കൊടുക്കുമ്പോൾ ഒരു ജീവനാണ് രക്ഷിക്കുവാൻ സാധിക്കുന്നത്. 1650 കാലഘട്ടത്തിലാണ് ഡോക്ടർ വില്യം ഹാർവി എന്ന ഫിസിഷ്യൻ മനുഷ്യൻ്റെ ജീവൻ കുടികൊള്ളുന്നത് രക്തത്തിലാണ് എന്ന് ശാസ്ത്രീയമായി കണ്ടുപിടിച്ച് തെളിയിച്ചത്. ആ കണ്ടുപിടുത്തം വൈദ്യശാസ്ത്ര രംഗത്ത് വിപ്ലവകരമായ മാറ്റത്തിന് കാരണമായി. അനേകായിരങ്ങളുടെ ജീവൻ രക്ഷിക്കുവാൻ അത് മുഖാന്തരമായി. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഈ അത്ഭുത രഹസ്യം വെളിപ്പെടുത്തിയെന്നുള്ളതും സന്തോഷത്തിന് വക നൽകുന്നു. മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. ലേവ്യ പുസ്തകം 17-ാമത്തെ വാക്യം. അതുകൊണ്ട് തന്നെ ഏറ്റവും വിലപ്പെട്ടതാണ് രക്തം. മനുഷ്യവർഗത്തെ പാപത്തിൻ്റെ ശിക്ഷയാകുന്ന നിത്യമരണത്തിൽ നിന്നും വിടുവിച്ച് രക്ഷിക്കുവാൻ ദൈവം മനുഷ്യാവതാരമെടുത്ത് ലോകത്തിലേക്ക് വന്നു. കാൽവറിയിലെ കുരിശിൽ യാഗമരണം വരിച്ചു. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു മനുഷ്യ രക്ഷാമാർഗം തുറന്നു തന്നു. അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി, പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. 1 പത്രോസ് 1:18. ഈ ലോകത്തിലെ ഏറ്റവും വില കൂടിയ സ്വർണം, രത്നം പോലെയുള്ള വസ്തുക്കളെക്കാൾ ഏറ്റവും വിലപ്പെട്ടതാണ് ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം എന്നാണ് പത്രോസ് പറഞ്ഞിരിക്കുന്നത്. രക്തം ആവശ്യമുള്ള മരണാസന്നനായ ഒരു രോഗിക്ക് തക്ക സമയത്ത് രക്തം നൽകുമ്പോൾ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. അതുപോലെ യേശുക്രിസ്തു ചൊരിഞ്ഞ രക്തത്താൽ മനുഷ്യൻ നിത്യജീവന്റെ ഉടമയായി തീരുന്നു. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നു. 1 യോഹന്നാൻ 1:7. അതുകൊണ്ടാണ് ഈ രക്തം ഏറ്റവും വിലയേറിയ രക്തമായിരിക്കുന്നത്. ക്രൂശിൽ മരിച്ചുയർത്ത യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അഥവാ ക്രിസ്തു ചൊരിഞ്ഞ രക്തത്തിലുള്ള ആശ്രയത്താൽ ആർക്കും നിത്യമായ മരണശിക്ഷയിൽ നിന്നും വിടുതൽ പ്രാപിച്ച് നിത്യജീവന്റെ ഉടമയായി തീരുവാൻ കഴിയും. പാപിയായ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാനും നിരപ്പിക്കുവാനും യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കാരണമായി തീർന്നു. അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തു ചൊരിഞ്ഞ രക്തം ഏറ്റവും വിലയേറിയതായിരിക്കുന്നത്. ഗോഡ് ബ്ലസ് യു. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, പൂർണ്ണാശ്രയം ഈ നിമിഷം തൻ കൃപ തന്നിൽ വച്ചോ, ശുദ്ധിയായോ നീ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ.